കേരളത്തിൽ ഇന്ന് ചെറിയ പെരുന്നാളാണ്. ശവ്വാൽ പിറവി ദൃശ്യമായതായി വിവിധ ഖാസിമാർ അറിയിച്ചതോടെയാണ് ആഘോഷത്തിന് തുടക്കമായത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന ഈദ്ഗാഹുകൾക്ക് പ്രമുഖ മതപണ്ഡിതർ നേതൃത്വം നൽകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹ്റു റമളാൻ വിട. ഇനി ആഘോഷത്തിന്റെ ചെറിയ പെരുന്നാൾ. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മൈലാഞ്ചി മൊഞ്ചും അത്തറിന്റെ ഗന്ധവും പുത്തൻ പുടവകളുമായി വിശ്വാസികൾ പെരുന്നാൾ നിറവിലാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി പ്രിയപ്പെട്ടവരെ സൽക്കരിക്കുന്നതിന്റെയും സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിന്റെയും നാൾ കൂടിയാണ് പെരുന്നാൾ. വ്രതശുദ്ധിയിലൂടെ ആർജിച്ചെടുത്ത നന്മയും ക്ഷമയും നഷ്ടപ്പെടാതെ വേണം ആഘോഷങ്ങളെന്ന് മതപണ്ഡിതർ ഉപദേശിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ നോമ്പ് എന്നുള്ളത് നല്ല ഉഷ്ണമുള്ള ഒരു നോമ്പായിരുന്നു. അതായത് 29-ന് ഇന്ന് മാസം കണ്ടു. നാളെ ചെറുപെരുന്നാളാണ്. വളരെ ആഘോഷത്തിലും സന്തോഷത്തിലും തന്നെയാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇനി റമദാനിൻ്റെ പെരുന്നാളിൻ്റെ ആഘോഷം എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിലും വിശ്വാസത്തിൽ ധൂർത്തും അനാചാരവും അതുപോലെ തന്നെ നമ്മുടെ ഈ അമിതമായ ആവേശങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് വിശ്വാസികളോട് പ്രത്യേകം പറയാനുള്ളത്. ഫിത്ർ സക്കാത്താണ് ചെറിയ പെരുന്നാളിന്റെ സവിശേഷത. പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. 24 കോഴിക്കോട്.